ഹലോ, എല്ലാവർക്കും നീതു മധുസ് വെല്ലട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഗാർഡൻ എങ്ങനെയാണ് മനോഹരമായിട്ട് വെക്കുന്നത്, എപ്പോഴും എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് നമ്മുടെ ഗാർഡൻ എപ്പോഴും ഭംഗിയാക്കി തന്നെ വെക്കണം അല്ലേ. അവിടെ ഇവിടെ ആയിട്ട് പല പല ടൈപ്പ് പ്ലാന്റ്സ് വലിച്ചു വാരിയിട്ട് അങ്ങനെ ആയാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഞാൻ ചെയ്യാറുണ്ട്, ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പറമ്പിൽ പുല്ല് പിടിക്കും. ഒരാഴ്ച നമ്മൾ പുല്ല് പറിച്ചില്ലെങ്കിൽ പോലും നല്ലോണം നല്ല ഹൈറ്റിൽ തന്നെ പുല്ലുകൾ വരും കേട്ടോ. ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ പുല്ല് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മാസത്തിലെങ്കിലും ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാൻ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നല്ല മഴയായിരുന്നല്ലോ കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു മാസം ഇത്തിരി കൂടുതലായിട്ടുണ്ട്. ഒരു മാസം നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനേ പറ്റിയിട്ടില്ല, അത്രയും മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് കൊറിയറൊന്നും ഇന്നുണ്ട്, 2 എണ്ണം നമുക്ക് അയക്കാനുണ്ട്. പിന്നെ ഒരു പിക്കപ്പ് എടുക്കാനും വരുന്നുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ പ്ലാന്റ്സിൻ്റെ ക്ലീനിങ്ങും നമുക്ക് താഴെ ഉള്ളതും അതുപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം, എല്ലാം വൃത്തിയാക്കി വെക്കണം. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇന്നലെ. നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഇതാ നിറയെ ഇലകളൊക്കെ വീണിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി അടിച്ച് വാരി എല്ലാം വൃത്തിയാക്കാൻ പോകാൻ കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു 2 ആഴ്ച മുമ്പ് പുല്ലുകളെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞതാണ്. പക്ഷേ 2 ആഴ്ച നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ നല്ലോണം പുല്ലുകൾ വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൂത്ത് വാരാൻ പോകാൻ കേട്ടോ. ഫുൾ ചവറുകളൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് പഴകിയ ഇലകൾ, ചെടികളിൽ എല്ലാത്തിലും പഴകിയ ഇങ്ങനെ പഴുത്ത് പോയ ഇലകളുണ്ടല്ലോ, അതെല്ലാം മുറിച്ച് മാറ്റണം. മിക്കതിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ചാൽ അവരും നല്ല ഫ്രഷ് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെടികൾക്കും ഒരു മരവിപ്പായിരിക്കും. നമ്മൾ അവർക്ക് കൂടുതൽ കെയർ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ ഹാപ്പി ആക്കില്ല. അവരിങ്ങനെ ഡള്ളായിട്ടിരിക്കും. എപ്പോഴും അവരെയും നല്ല ഭംഗിയിൽ തന്നെ നിർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ആ ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആ ഗ്രാസും മുറിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഉള്ളത് പേൾ ഗ്രാസാണ് നമ്മൾ നട്ടു വെച്ചിരിക്കുന്നത്. ഇതൊരു കൊളോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെച്ചുർഡായ ലീഫുകൾക്കൊക്കെ ഒരു മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ പേൾ ഗ്രാസ് സൈഡിൽ നിന്ന് കളയാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും വെള്ളത്തിൻ്റെ ബില്ലെടുക്കാനായിട്ട് അവർക്ക് ഇത് മീറ്റർ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇത് വളരും. അപ്പോൾ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ പല ആൾക്കാരും അവരുടെ റോഡ് സൈഡൊക്കെ ഉള്ള ആൾക്കാരെ അവരുടെ വീടിൻ്റെ മതിലിന് പുറത്തായിട്ട് കുറേ പ്ലാന്റ്സുകൾ തിക്കി വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും വണ്ടിയിൽ പോകുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ. നമുക്ക് സൈഡ് ഒതുക്കാനൊന്നും പറ്റില്ല, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ, ചെറിയ വഴിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് വെട്ടി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ തന്നെ ചെടികൾ വളർത്താൻ നോക്കുക കേട്ടോ. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക. അത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി ഈ ഒരു കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ. ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും പ്രവർത്തിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ പഴയ ചവിട്ടി തുണികളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് 2-3 ദിവസം നമുക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഓരോരോ പുല്ലുകളായിട്ട് പറിച്ചിട്ട് അവിടെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പിക്കപ്പ് ഒരാൾ എടുക്കാനുണ്ടായിരുന്നു, കൊറിയർ. അപ്പോൾ അവർ വഴി ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നു കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്ന കണ്ടപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഇറങ്ങി ചെന്നു. ആദ്യമായിട്ട് വരാണെന്ന് തോന്നുന്നു അങ്ങനെ ഡെലിവറിക്ക്. അപ്പോൾ എപ്പോഴും ഡെലിവറി ബോയ്സിനല്ലേ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ഡെലിവറി ഗേളിനെ കണ്ടു കേട്ടോ. അപ്പോൾ ആൾക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെയും നമ്മുടെ പണിയിലോട്ട് വീണ്ടും പോയി. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഏരിയ നമ്മൾ പുല്ലുകളൊക്കെ കളഞ്ഞു. ചെറിയ ചെറിയ പുല്ലുകളുണ്ട്, എന്നാലും അത്യാവശ്യം കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് ആക്കി കേട്ടോ. അത്രയാക്കി. അതിനുശേഷം നേരെ ടെറസിൻ്റെ മുകളിലോട്ട് കയറി കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പുല്ല് പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നത് കേട്ടോ. കാരണം പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരുമെങ്കിലും ആകെ വൃത്തികേടാണ്. പല സ്ഥലങ്ങളിലായിട്ടൊക്കെ പ്ലാന്റ്സ് കിടക്കണു, ഒരു ഓർഡർ ഇല്ല. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുകളിലോട്ട് കയറിയത്. നിറയെ പുല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ വാവിനെ ഉറക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 1 മണിക്കൂറൊക്കെ അവൻ ഉറങ്ങുള്ളൂ ഒരു ദിവസത്തിൽ. അത് തന്നെ ഉറങ്ങിയ ഭാഗ്യം. അത്രയൊന്നും ഉറങ്ങില്ല. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എനിക്ക് വേഗം തീർക്കണം. ഉച്ചയായതുകൊണ്ട് ഒരു മഴക്കാറുണ്ട്, അതുകൊണ്ട് വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് വേഗം സ്പീഡിൽ ചെയ്തു. അത്യാവശ്യം ഒന്ന് ഒതുക്കി. അപ്പോഴേക്കും അവിടെ സൗണ്ട് കേട്ടു താഴെ. പിന്നെ അച്ഛൻ എടുത്തോളും, കുറച്ച് നേരമൊക്കെ അവൻ ഇരിക്കും. എന്നാലും അവൻ ഇങ്ങനെ എന്നെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും എപ്പോഴും.
അപ്പോൾ കുറച്ച് ചെളി ഉണ്ടായിരുന്നു കളയാനായിട്ട്. അപ്പോൾ ഞാൻ ചെളി കൂടി കളഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുളിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നീട് ഇന്നത്തെ ഈ ഒരു പണി പിന്നെയും നമുക്ക് ചെയ്യാൻ മടിയാവും, നടക്കത്തില്ല. അപ്പോൾ ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് അങ്ങനെ ഒരു വാശിയുണ്ട് കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം നമ്മളൊരു എന്താ പറയുക, ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്ന് തന്നെ കംപ്ലീറ്റ് എല്ലാം തീർക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോവില്ല കേട്ടോ ഞാൻ. അപ്പോൾ അത് കംപ്ലീറ്റ് തീർത്തു. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. 2 കൊറിയർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കുട്ടി വന്ന് എടുത്തിട്ടും പോയി. അപ്പം അത് അയക്കാനായിട്ട് പോയി. പിന്നെ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി. പിന്നെ അവനെയും കൊണ്ട് കടയിൽ കയറി. സെല്ലോ ടേപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ സെല്ലോ ടേപ്പൊക്കെ വാങ്ങി, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് അപ്പോൾ 130 രൂപയുടെ 4 കേട്ടോ 3 സെല്ലോ ടേപ്പാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതെനിക്ക് 2 ആഴ്ച കൂടി വന്ന 2 ആഴ്ചത്തേക്ക് എനിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ സെല്ലോ ടേപ്പ് പെട്ടെന്ന് തന്നെ തീരും. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വൈകിട്ടായപ്പോൾ വീണ്ടും ടെറസിൻ്റെ മുകളിൽ കയറി താമരയിലെ പഴയ ലീഫുകളൊക്കെ കളഞ്ഞു വൃത്തിയാക്കി കേട്ടോ. എല്ലാം ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. പഴയതൊക്കെ ആയിട്ട് സീഡൊക്കെ ഉണ്ടായിരുന്നു. സീഡൊക്കെ ഉണങ്ങിപ്പോയി, കുറേയൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു, കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു കുളിരുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു വൃത്തിയോടൊക്കെ പോയി കിട്ടി. ഇനിയിപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്താൽ തറയും നല്ല വൃത്തിയായി നിന്നോളും. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. ഇനി സെയിൽ വീഡിയോ ആയിട്ട് വരാം. അടുത്ത സെയിൽ വീഡിയോ ആയിരിക്കും. കുറച്ച് വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതൊരു സെയിൽ വീഡിയോ ആയിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. ബൈ ഫ്രണ്ട്സ്.